അച്ഛൻ രാവിലെ ബാങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി 8 മണിയൊക്കെ ആവും വീട്ടിലോട്ട് തിരികെ എത്താൻ. അമ്മ മുൻപ് യോഗ പഠിപ്പിക്കുന്ന ടീച്ചറായി പോയിട്ടുണ്ടെങ്കിലും അനിയത്തിയുടെ വരവോട് കൂടി അത് നിർത്തി. ഇപ്പോൾ ഒരു സാധാരണ വീട്ടമ്മ മാത്രമാണ്. അമ്മയും ഞാനും വീട്ടിൽ ഒറ്റയ്ക്കുണ്ടാകുന്ന സമയങ്ങൾ വളരെ വിരളമാണ്. അനിയത്തി ഒരു പുസ്തകപ്പുഴായതുകൊണ്ട് എപ്പോഴും റൂമിനുള്ളിൽ തന്നെയായിരിക്കും എന്നതാണ് എനിക്കുള്ള ആശ്വാസം. കിട്ടുന്ന സമയങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്നത് മാത്രമായി എൻ്റെ ലക്ഷ്യം. അമ്മ ദേവകി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആദ്യപടിയായി ഞാൻ സ്വീകരിച്ചത് നേരത്തെ കോളേജിൽ നിന്നും വീട്ടിലെത്തുക എന്നുള്ളതാണ്. കൂട്ടുകാർക്കൊപ്പം അധികം കറങ്ങി നടക്കാതെ നേരത്തെ ഞാൻ വീട്ടിലെത്തി തുടങ്ങി. വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ കോളേജിലെയും നാട്ടിലെയും വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും ഞാൻ അമ്മയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. ഇതിനിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ സൗന്ദര്യം ശ്രദ്ധിക്കാനും മറന്നില്ല. അവരുടെ സാമീപ്യം ഉണർത്തിയ അത് അവരിൽ നിന്നും ഒളിപ്പിച്ച് വെക്കാനൊന്നും ഞാൻ ശ്രമിച്ചില്ല. അതങ്ങനെ ഉണർന്നിരിക്കുന്നുണ്ടാവും. അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന മനോഭാവമായിരുന്നു എനിക്ക്. പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ അവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അവരുടെ നോട്ടം ഒരിക്കൽ പോലും അവിടേക്ക് എത്തിയതുമില്ല. ഞങ്ങളോട് എന്നും സ്നേഹത്തോടെ ഇടപെട്ടിരുന്ന അവരിൽ എൻ്റെ പ്രവൃത്തി ഒരു മാറ്റവും ഉണ്ടാക്കിയതായി എനിക്ക് തോന്നിയില്ല. നിരാശ തോന്നിയെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. കാരണം ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചു പോയിരുന്നു. വലിയ സ്വപ്നമായിരുന്നു എനിക്ക്. പിന്നെ ഇത് അച്ഛനോട് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും എനിക്കപ്പോൾ കഴിയുമായിരുന്നില്ല. കാര്യങ്ങൾക്ക് പുരോഗതിയൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത പടിയിലേക്ക് കടന്നു നോക്കാം എന്ന് തന്നെ തീരുമാനിച്ചു. പിറ്റേ ദിവസം കോളേജിൽ നിന്നും നേരത്തെ വന്ന് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അമ്മ എനിക്ക് പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് അടുക്കളയിൽ നിന്നും എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പതുക്കെ പിറകിൽ ചെന്ന് നിന്നു. അവർ പെട്ടെന്ന് പേടിച്ച് വെട്ടിത്തിരിഞ്ഞ് എന്നെ നോക്കി. "ഹോ, നീ ആയിരുന്നോ? ഞാനങ്ങ് പേടിച്ച് പോയിട്ടോ." "ഹോ, എന്നാലും എന്തൊരു ശക്തിയാണ് അമ്മയ്ക്ക്. ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പോടാ ചെക്ക, മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിയിട്ട്. ചായ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്, പോയി കുടിച്ചിട്ട് നിന്റെ പണി നോക്ക്" എന്നും പറഞ്ഞ് അവർ തിരിഞ്ഞു നിന്ന് ജോലി തുടർന്നു. ചായ പിന്നെ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അവരുടെ പിറകിൽ നിന്നു. ഇത്തവണ അവർ എന്നെ തടഞ്ഞില്ല, പക്ഷേ ജോലി തുടർന്നു കൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ തന്നെ നിന്നു. ഞാൻ അടുത്തോട്ട് ചേർന്ന് സംസാരിച്ചു കൊണ്ട് നിന്നു. അവരുടെ സാമീപ്യം ഉണർത്തിയെങ്കിലും അത് അവരിലേക്ക് ചേരാതെ ഞാൻ ശ്രദ്ധിച്ചു. കൂടുതൽ റിസ്ക് എടുത്ത് കാര്യങ്ങൾ വഷളാക്കണ്ട എന്നെനിക്ക് തോന്നി. കുറച്ചു നേരം അങ്ങനെ നിന്ന് അവരോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നു. ഇനിയും കൂടുതൽ സമയം നിന്നാൽ അത് പ്രശ്നമാകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ സാവധാനം ചായമെടുത്ത് മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു. മുറിയിലെത്തി ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ ജോലി തുടങ്ങി. അങ്ങനെ അതൊക്കെ ശരിയാക്കുമ്പോഴേക്കും കുറച്ചു നേരം കഴിഞ്ഞു. എന്നാലും പതിവിലും കൂടുതലായി നല്ല റിസൾട്ട് വന്നിരുന്നു. അങ്ങനെ പിന്നീടൊരിക്കൽ ഞാൻ ഇതുപോലെ വൈകിട്ട് അടുക്കളയിൽ ചെന്ന് അമ്മയുടെ അടുത്ത് ചെന്ന് നിന്നു. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അമ്മ പറഞ്ഞു, "നീ ഒന്ന് മാറി നിന്നേ, എനിക്ക് സ്വസ്ഥമായി ഒന്ന് ജോലി ചെയ്യണം." ജോലി എടുക്കുമ്പോഴാണ് അവൻ്റെ നാട്ടുവിശേഷം പറച്ചിൽ. "ഓ, എന്നാൽ പിന്നെ ഞാൻ മാറിയേക്കാം.
ഞാനിവിടെ നിന്നിട്ട് ജോലി നടക്കാതിരിക്കേണ്ട എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് മാറി നിന്നു. അവർ എന്നെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് വീണ്ടും ജോലി തുടർന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇച്ചിരി വിയർത്ത് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം ക്ഷീണിച്ചല്ലോ, കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ചിട്ട് ജോലി ചെയ്തൂടെ? ഞാൻ ചോദിച്ചു. ഓ, പിന്നെ വിശ്രമിക്കാൻ നിന്നാൽ സമയത്തിന് ഫുഡ് കിട്ടില്ല, എന്നിട്ട് എന്നെ കുറ്റം പറയാനല്ലേ? ഓ, അതൊന്നും സാരമില്ലാമേ, ഇച്ചിരി ലേറ്റായിട്ട് ഫുഡ് കഴിച്ചെന്ന് വെച്ച് ഒന്നും വരാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ അമ്മ എന്ന് മോളെ. അല്ലമ്മേ, നമുക്ക് ഒരു വേലക്കാരിയെ വെച്ചാലോ? ഞാൻ അമ്മയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായി ചോദിച്ചു. ഓ, ഇനി അതിൻ്റെ കുറവ് കൂടെയുള്ളൂ, നീ ഒന്ന് പോയേ. അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുത്തേക്ക് ചെന്നു. അതുകൊണ്ട് അമ്മ എന്നോട് എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ചു നേരം എന്നെ സംശയത്തോടെ നോക്കി നിന്ന ശേഷം അവർ വീണ്ടും ജോലി തുടർന്നു. ഞാൻ അവരുടെ വലതുവശത്തായി നിന്നതുകൊണ്ട് എൻ്റെ ഇടത് കൈ കൊണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് എൻ്റെ കൈ വിടുവെച്ചു. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. പിന്നെ ഒട്ടും വൈകിയില്ല, ഞാൻ ചേർന്ന്. അത് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. പിന്നെ സാവധാനം പിൻവലിച്ചപ്പോൾ അവർ മുഖം തിരിച്ച് എന്നെ ആശ്ചര്യത്തോടെ നോക്കി. കുറച്ചു നേരം എന്നെ നോക്കിയതിനു ശേഷം അവർ ചോദിച്ചു, എന്താണ് നിനക്ക് പതിവില്ലാത്ത ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ? ഇനി എന്ത് കാര്യം സാധിക്കാനാണാവോ? ഒന്നുമില്ല, കാര്യം സാധിക്കാനൊന്നുമല്ല, എനിക്ക് ഇങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ തന്നു, അത്രയേ ഉള്ളൂ. ഇനി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇനി തരുന്നില്ല, പോരെ? ഞാൻ കുറുമ്പോടെ എൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തി ഞാൻ അതുമോർത്ത് അങ്ങനെ അധിക സമയമെടുത്തില്ല. എല്ലാം ശരിയായി നടന്നിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് ആ ദിവസം തീരുന്നത് വരെ പതിവിലും കൂടുതൽ തവണ ശരിയാക്കേണ്ടി വന്നിരുന്നു. മാത്രവുമല്ല, അപ്പോഴൊക്കെ ഫുഡ് കഴിക്കാൻ നേരവും പിന്നെ അടുക്കളയിൽ പാത്രം കഴുകുമ്പോഴുമൊക്കെ ഞാൻ അടുത്ത് ചെന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവസരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 മാസത്തോളം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കടന്നുപോയി. ഇനി ഒരല്പം കൂടി മുന്നോട്ട് പോയാലും കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി. പിന്നെ അടുത്ത പടിയായി വിചാരിച്ചിരുന്നത് ഞാൻ ശരിയാക്കുന്ന കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു. പക്ഷേ അതിന് സമയവും സാഹചര്യവും ഒത്തു വരേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരിക്കാൻ തീരുമാനിച്ചു. അന്നൊരു ദിവസം ഞാൻ വൈകിട്ട് കോളേജിൽ നിന്നും എത്തുമ്പോഴേക്കും അനിയത്തി വന്നിരുന്നു. എന്തോ കാരണം കൊണ്ട് അന്ന് ഉച്ചയ്ക്ക് ശേഷം അവൾക്ക് അവധിയായിരുന്നു. നേരത്തെ വന്നതുകൊണ്ട് അവൾ കുറച്ചു നേരം ഉറങ്ങാൻ കിടന്നിരുന്നു. ഞാൻ വരുമ്പോഴും അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. വീട്ടിലെത്തിയ ഞാൻ കുറേ സമയം അമ്മയോട് സംസാരിക്കുകയും അടുക്കളയിലെ ജോലി കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്തു. പിന്നെ ഇടയ്ക്കൊക്കെ അതും. എനിക്കാണെങ്കിൽ അങ്ങനെ അത് നിൽക്കുകയായിരുന്നു. പിന്നെ കൂടുതൽ റിസ്ക് എടുക്കേണ്ട എന്ന് കരുതി ഞാൻ വേഗം മുറിയിലേക്ക് വലിഞ്ഞു. പിന്നെ അവിടുന്ന് ശരിയാക്കി. വീണ്ടും പതിവിലും കൂടുതൽ റിസൾട്ട്. ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫോൺ വന്നത്. അങ്ങനെ ഫോൺ എടുത്ത് അവനോട് സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ശരിയായിരുന്നു. പിന്നെ ഒന്നുകൂടെ ഉഷാറാവാനായി ഞാൻ പുറത്തിറങ്ങി. പിന്നെ അടുക്കളയിൽ പോയി സഹായിക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ താഴെ അടുക്കളയിലെത്തി നോക്കുമ്പോൾ അവർ തുണി അലക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് സഹായിച്ചു. ഈയിടെയായി സഹായിക്കാനുള്ള മനസ്സ് വളരെ കൂടുതലാണല്ലോ, അമ്മ ഒരു കളിയാക്കലോടെ പറഞ്ഞു. ഓ പിന്നെന്താ, എനിക്ക് സഹായിക്കാൻ പാടില്ലെന്നുണ്ടോ? ഞാനും തിരിച്ചു പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ സാധാരണയായി തുണികൾ ഉണങ്ങാനിടുന്നത് രണ്ടാം നിലയിൽ എൻ്റെ മുറിയുടെ അടുത്തുള്ള തുറന്ന ഭാഗത്താണ്. അപ്പോൾ അത് അവരെ കാണിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. മറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഞാൻ ഓടി എൻ്റെ മുറിയിലെത്തി. പിന്നെ റെഡിയായി നിന്നു. സാവധാനം പുറത്തേക്ക് നോക്കിയപ്പോൾ അവർ തുണികളുമായി പടികൾ കയറി വരുന്നത് കണ്ടു. എൻ്റെ മുറിയുടെ വാതിൽ ചെറുതായി തുറന്നിട്ടിട്ട് ഞാൻ പോയി വിശ്രമിച്ചു. ഇപ്പോൾ പുറത്തു നിന്നും നോക്കിയാൽ അവർക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്രമാവസ്ഥയിലായി. പിന്നെ പതിയെ കണ്ണു തുറന്ന് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും എന്തോ ഒരു ചെറിയ പേടി കാരണം ഞാൻ നോക്കിയില്ല. പിന്നെ അധിക സമയം വേണ്ടി വന്നില്ല. അത് ശരിയായി. അല്പനേരം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. പിന്നീട് ഞാൻ പുറത്തേക്കിറങ്ങി അവരെ നോക്കി. തുണികളൊക്കെ വിരിച്ച ശേഷം അവർ തിരിച്ചു പോയി എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അത് അവർ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നെനിക്ക് മനസ്സിലായില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ താഴെ അടുക്കളയിൽ ചെന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങി. അവരിൽ പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല. എനിക്ക് നല്ലോണം നിരാശ തോന്നിയെങ്കിലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം സമാനമായ മറ്റൊരു സാഹചര്യത്തിലും ഞാൻ അത് കാണിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. പക്ഷെ അപ്പോഴും എനിക്ക് സംശയമായിരുന്നു. അതിനുശേഷം വിരളമായിട്ടാണെങ്കിലും ഇതുപോലെ കിട്ടിയ സാഹചര്യങ്ങളിലൊക്കെയും ഞാൻ ഇത് തന്നെ ശ്രമിച്ചു കൊണ്ടിരുന്നു. പക്ഷെ ഇതൊന്നും അവരിൽ കാര്യമായ ഒരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. എൻ്റെ പ്രയത്നങ്ങളെല്ലാം വിഫലമായി പോകുന്നതായി എനിക്ക് തോന്നി. 2-3 മാസമായിട്ടുള്ള പരിശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ലെന്ന് തോന്നിയതോടെ പിന്നീടുള്ള എൻ്റെ ശ്രമങ്ങൾക്ക് ആത്മാർത്ഥത അല്പം കുറഞ്ഞു. എങ്കിലും മുഴുവനായും പിന്മാറാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു.